ജോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് HSA ഫിസിക്കൽ സയൻസിന്റെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. കെമിസ്ട്രിയുടെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ ഒരു എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. +1 +2 ലെവലിലുള്ള ചോദ്യങ്ങളായിരുന്നു ഏറെക്കുറയും. വളരെ കുറച്ച് MSc ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ സർഫസ് ലെവലിൽ നിന്ന് ചോദിക്കുന്ന തക്ക രീതിയിലുള്ള MSc ലെവൽ ടച്ച് ചെയ്യുന്ന ചില ടോപ്പിക്സുകളും ടച്ച് ചെയ്തുകൊണ്ടാണ് ചോദ്യ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ കഴിഞ്ഞത്. ഒരു 40-ൽ ഒരു 30 മാർക്കോളം അല്ലെങ്കിൽ 30-32 മാർക്കോളം നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്ന ഒരു ചോദ്യ പേപ്പറാണ്. നമ്മളെ കെമിസ്ട്രി അധികം വലച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങളാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ബെൻസീന്റെ ഘടന വ്യക്തമാക്കുന്ന പ്രസ്താവന. ബെൻസീൻ എന്ന അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മളെ ചുറ്റിക്കാത്ത തരത്തിലായിരുന്നു വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് എന്താണ് ബെൻസീന്റെ ഡീലോക്കലൈസേഷൻ ഓഫ് 5 ഇലക്ട്രോൺസ് ഒന്നും പഠിക്കാതെ തന്നെ നമ്മൾ ബെൻസീൻ എടുക്കുമ്പോഴത്തേക്ക് പോവില്ല. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് വന്നിരുന്നെങ്കിലും നമ്മളെ ചുറ്റിക്കാതെ വളരെ കൃത്യമായിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. പിന്നെ വന്നത് ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ നിർണ്ണയിക്കുന്ന ഘടനിയമം, ഫേസ് റൂള്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ബ്രാക്കറ്റിൽ ഫേസ് നിയമം എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. മലയാള പദങ്ങളാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല PSC മുമ്പോട്ട് വന്നത്. കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് പേര് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫേസ് റൂൾ ആണെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ചോദ്യങ്ങൾ വന്നത്. F is equal to C minus P plus 2. ഇതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഫേസ് റൂള് ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ്. വളരെ പ്രിലിമിനറി സ്റ്റഡി മതി എന്ന് പറഞ്ഞൊരു സിലബസിലെ ടോപ്പിക് ആയിരുന്നു. സിലബസിൽ കൃത്യമായിട്ട് ഒരു പ്രിലിമിനറി സ്റ്റഡി മതി എന്ന് പറഞ്ഞാണ്. അവിടെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാവാനാകാത്ത ഒരു സംഭവമായിരുന്നു ഫേസ് റൂള്. ആ ക്വസ്റ്റ്യൻ അതേപടി എന്ന് പറയുമ്പോൾ F is equal to C minus P plus 2ലേക്ക് F plus P is equal to C plus 2. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അത്തരത്തിലുള്ള ചോദ്യം വന്നു. പിന്നെ താഴെ പറയുന്നതിൽ KP is equal to KC എന്ന സമവാക്യം ബാധകമാകുന്ന സന്തുലിതാവസ്ഥ ഏതാണ്? നമ്മളുടെ ഈ ചോദ്യം പല ലൈവ് സെഷനുകളിലും ക്ലാസ്സുകളിലും അതുപോലെ തന്നെ പബ്ലിക് വീഡിയോസിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ചോദ്യമായിരുന്നു. KP is equal to KC വരുന്ന റിയാക്ഷൻ ഏതാണ് എന്നുള്ളത്. ലാസ്റ്റ് നമ്മൾ ചെയ്ത റാപ്പിഡ് ഫയർ സെഷനിലും ഈ ഒരു ചോദ്യം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് KP is equal to KC കണ്ടുപിടിക്കുന്ന ഏരിയ. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ട് ജോസ് അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്തത് പല തവണ പല വീഡിയോസിലുമായിട്ട് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുകയാണ്. അതുപോലെ ഗ്രിഗ്നാർഡ് റിയേജന്റ്, അതും ലാസ്റ്റ് നൽകിയ റാപ്പിഡ് സെഷൻ ഫയറിൽ ഇതിനെക്കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ ഒരൊറ്റ റിയേജന്റ് ആണ് സിലബസിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ സിലബസിൽ നിന്നുള്ള ചോദ്യം നമുക്ക് ആ ഒരു റിയേജന്റിനെ കുറിച്ചുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കൃത്യമായിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ കാര്യം റാപ്പിഡ് ഫയറിൽ പഠിച്ചപ്പോൾ ഞാൻ ഊന്നി പറഞ്ഞതാണ്. അവിടെ നിന്നും ഒരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DNA-യിൽ ഇല്ലാത്തതും RNA-യിൽ കാണപ്പെടുന്നതുമായ നൈട്രജൻ ബേസ് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള ചോദ്യമായിരുന്നു വന്നത്. നമ്മളത് ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ CONH3 5SO4Br CONH3 5Br SO4 ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ ഡയറക്റ്റ് ആയിരുന്നു. ഇത് NCERT-യുടെ പുസ്തകത്തിൽ ആസ് സച്ച് എക്സാമ്പിൾ എടുത്താണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്ത് തരത്തിലുള്ള ഐസോമറിന് ഉദാഹരണമാണ് എന്നുള്ള ചോദ്യമായിരുന്നു. NCERT-ൽ അതേ എക്സാമ്പിൾ എടുത്തിട്ടാണ് അവര് തവണ ചോദ്യം ഇട്ടിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, ഇതെല്ലാം ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ട്രെൻഡിൽ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് ബോണ്ട് ഓർഡറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെ O2+, O2 2-, O2-, O2, പെറോക്സൈഡ്, സൂപ്പർ ഓക്സൈഡ്, ഓക്സിജൻ മോളിക്യൂൾ, ഇവയുടെ എല്ലാം ബോണ്ട് ഓർഡർ നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ പഠിച്ചിരുന്നു. 15 വന്നാൽ എത്ര, 16 വന്നാൽ എത്ര, അത് തന്നെ ആ ഒരു അതേ ചോദ്യം തന്നെ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്നു. അതുപോലെ തന്നെ അരീനിയസ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അടുത്ത ചോദ്യമായ അത്യധികം ഉയർന്ന താപനിലയിൽ റേറ്റ് സ്ഥിരാങ്കത്തിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഹൈ ടെമ്പറേച്ചറിൽ എന്താകും? അരീനിയസ് ഇക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. അതും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ മഞ്ഞ് എന്ത് കൊളോയിഡൽ സ്വഭാവമുള്ള ലായനിയാണ്? ഇത് NCERT-യുടെ ടെക്സ്റ്റിൽ ആസ് സച്ച് ആയിട്ട് കിടന്ന ഒരു
ചോദ്യമാണ്. അതായത് നമ്മളുടെ ഒരു കോളത്തിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ എക്സാമ്പിൾസ്, മഞ്ഞിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ചോദ്യമാണ്. അടുത്തത് നോൺ സ്റ്റിക്വേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. നോൺ സ്റ്റിക്വേഷൻ വെച്ചിട്ട് E1ഉം E2ഉം കണ്ടുപിടിച്ചിട്ട് വലുതാണോ ചെറുതാണോ എന്ന് കണ്ടുപിടിക്കുക. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അതും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. അതുപോലെ യൂണിമോളിക്കുലർ എലിമിനേഷൻ മെക്കാനിസം നടക്കുന്ന അനുയോജ്യമായ സബ്സ്ട്രേറ്റ് ഏതായിരുന്നു എന്നാണ് ചോദ്യം. അതും ഒരു പബ്ലിക് വീഡിയോ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. എലിമിനേഷൻ റിയാക്ഷൻ E1 E2 സെയ്റ്റ്സഫ് റൂൾ ആണോ ഹോഫ്മാൻ റൂൾ ആണോ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എന്താണ് ഒരു ലൈവ് സെഷൻ, ലൈവ് അല്ല പബ്ലിക് വീഡിയോ സെഷൻ യൂട്യൂബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹക്കൽ നിയമപ്രകാരം അരോമാറ്റിക് ആയിട്ടുള്ളത് ഏതാണെന്നായിരുന്നു ചോദ്യം. നമ്മൾ വളരെ ഷോർട്ട് കട്ടിലൂടെ എങ്ങനെയാണ് അരോമാറ്റിസിറ്റി കണ്ടുപിടിക്കേണ്ടത്, ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്, ഡീലോക്കലൈസേഷൻ വരുന്നത്, അത്തരത്തിലുള്ള ചോദ്യം ഇവിടെ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്നിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടിക്കാത്ത കോമ്പൗണ്ടുകളാണ്. സ്ഥിരമായിട്ട് ആർക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം പഠിച്ചിട്ട് പോയ ആൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കെമിസ്ട്രി ചോദ്യങ്ങളായിരുന്നു ഇത്തവണ HSAയിൽ നമുക്ക് കടന്നു കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു MSc ടോപ്പിക്കിൽ ഒരു ചോദ്യമായിരുന്നു സിയലൈറ്റിന്റെ രാസസൂത്രവാക്യം. ഈവൻ നിങ്ങൾ സിയലൈറ്റ് പഠിച്ചിട്ട് പോയിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് സിയലൈറ്റ് ഈ 3 എണ്ണമല്ല സിയലൈറ്റ് എന്നുള്ളത് നമുക്ക് അത്യാവശ്യം കെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് എന്നുള്ള ഉത്തരത്തിലേക്ക് വരാനായിട്ട് പറ്റും. അതെന്താണ് സിയലൈറ്റ് എന്ന് അറിഞ്ഞില്ലേ പോലും തന്നെ ഒരു ഗസ് വർക്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത്, ഇത് നമ്മളുടെ നമ്മുടെ എക്സാം പാക്കിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. HSAക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ടോസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്ത എക്സാം പാക്കിൽ വന്നൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവൻ അങ്ങനെ അല്ല എങ്കിൽ പോലും കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. പിന്നെ അടുത്തത് നമ്മൾ ഓർബിറ്റൽ ക്വാണ്ടം സംഖ്യകൾ, ക്വാണ്ടം നമ്പേഴ്സ് എന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഫോട്ടോസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ചേർത്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യം വന്നിരുന്നു. പിന്നെ NMR റെസണൻസിന്റെ വൈദ്യുകാന്തിക സ്പെക്ട്രത്തിന്റെ മേഖല ഏതാണ്? ചാക്കോ ചേട്ടനും ഗോപാലൻ ചേട്ടനും ക്രിസ്മസ് രാത്രിയിൽ മാങ്ങ രുചിച്ചു എന്ന ഷോർട്ട് കട്ടോടുകൂടിയൊക്കെ നമ്മൾ മാഗ്നറ്റിക് റേഡിയേഷൻസ് പഠിച്ചതിനകത്ത് NMRന്റെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് സിമട്രി എലമെന്റ് എല്ലാ വസ്തുക്കളിലും കാണപ്പെടുന്നത്. ഇത് ഗ്രൂപ്പ് തിയറി ആണ്. നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വളരെ ഗ്രൂപ്പ് തിയറി MSc ലെവൽ ടോപ്പിക് ആണ്. ഒരു പ്രിലിമിനറി സ്റ്റഡി എന്നോണം ടോസ് അക്കാഡമി HSAയുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ സിമട്രി എലമെന്റ്സ് ആണ്, എല്ലാ കോമ്പൗണ്ടിനും കോമൺ ആയിട്ടുള്ളത് ഐഡന്റിറ്റി എന്ന ആണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഒരു ഇതാണ്. വളരെ പ്രിലിമിനറി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമട്രി എലമെന്റ്സ് ഏതൊക്കെ എന്നത് മാത്രമായിരുന്നു നമ്മുടെ ക്ലാസ് സെഷൻസിൽ പഠിച്ചത്. പിന്നെ പോയിന്റ് ഗ്രൂപ്പ് മാത്രമാണ് ടോസ് അക്കാഡമിയുടെ ഗ്രൂപ്പ് തിയറിയുടെ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അതിൽ നിന്ന് ആസച്ച് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോമൺ ആയിട്ടുള്ളത്. കാരണം HSAക്ക് ആ ഒരു ഡെപ്തിലേക്ക് മതി നമുക്ക് കാര്യങ്ങൾ. പാത്ത് ക്വസ്റ്റ്യൻ തന്നെ അവിടെ വന്നിരുന്നു. അതുപോലെ XCF8ന്റെ ശരിയായ ഘടനാരൂപം VSCPR തിയറി വെച്ചിട്ട് വളരെ ഷോർട്ട് കട്ടിൽ ബോൺ ബയോസും ലോൺ ബയോസും ഒക്കെ കണ്ടുപിടിക്കാനും ഷോർട്ട് കട്ടിൽ തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. ആ ക്വസ്റ്റ്യനും ആസച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടം നമ്പർ, ഞാൻ പറഞ്ഞില്ലേ ക്വാണ്ടം നമ്പറിന്റെ സെറ്റ് കണ്ടുപിടിക്കുന്നത് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പല എക്സാമിലും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അത് ആസച്ച് വന്നിട്ടുണ്ട്. അതുപോലെ കോപ്പർ COX, ഇത് 18 ഇലക്ട്രോൺ റൂളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. ആ 18 ഇലക്ട്രോൺ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാർബോണിൽ ഒരു 2 ഇലക്ട്രോൺ ഡോണർ ആണ്, എത്രണ്ണം വരുമ്പോഴാണ് 18 ഇലക്ട്രോൺ ആയിട്ട് പറ്റുന്നത് എന്നുള്ളത് നോക്കാനായിരുന്നു. അതും ഓർഗാനോമെറ്റാലിക്സിന്റെ MSc ലെവൽ ടോപ്പിക് ആയിരുന്നു. അതിൽ നമ്മൾ കൃത്യമായിട്ട് 18 ഇലക്ട്രോൺ റൂൾ സിലബസിൽ പറഞ്ഞു, നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അത് പഠിച്ചിട്ട് പോയവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ഹാഫ് ലൈഫ് പീരീഡ്, അതും നമ്മൾ നമ്മുടെ ലൈവ് സെഷനിൽ ന്യൂക്ലിയർ കെമിസ്ട്രി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഫസ്റ്റ് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പല പാക്കേജ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്തും വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. റേഡിയോ ആക്റ്റീവ് ഡീകെ ഏത് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നത്, അതനുസരിച്ച് നമുക്ക് ഹാഫ് ലൈഫ് പീരീഡും മറ്റും കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ 76ാമത്തെ ചോദ്യം, ഏതൊക്കെ റേഡിയേഷനുകൾ വെച്ചിട്ടാണ് സ്ഥിരത കൈവരിക്കുന്നത്? ബീറ്റ ഡീകെയും ആൽഫ ഡീകെയും അതുപോലെ പോസിട്രോൺ എമിഷനും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ സ്പ്ലിറ്റിങ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഒക്ടാഹൈഡ്രൽ, ടെട്രാഹൈഡ്രൽ, സ്ക്വയർ പ്ലാനാർ ആയിരുന്നു. അത് കൃത്യം നമ്മൾ പഠിച്ചതാണ്. അതിന്റെ അതേ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ എനർജി ലെവൽ ആയിരുന്നു ചോദിച്ചത്. അതും നിങ്ങൾക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ചോദ്യം ആയിരുന്നു. ഓക്കെ.
അടുത്തത് വന്നിട്ട് റൗൾസ് നിയമം ഉള്ള നെഗറ്റീവ് വ്യതിയാനത്തിന് ഉദാഹരണം കാണിക്കുന്ന ഐഡിയൽ നോൺ ഐഡിയൽ ഇക്വേഷന്റെ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിള് നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചോദ്യമാണ്. പിന്നെ കോമൺ അയോൺ പ്രഭാവം കാണിക്കും. ഇത് നമ്മുടെ പബ്ലിക് ലൈവ് സെഷനിൽ നമ്മൾ കോമൺ അയോൺ എഫക്ട് ഡിസ്കസ് ചെയ്യുകയും ആ പ്രസിപ്പിറ്റേഷനും ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ തന്നെ ഒരു ജനറൽ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കോമൺ ആയിട്ട് ഒരേപോലെ അയോൺ വരുന്നത്. പിന്നെ നമ്മൾ ക്രൊമറ്റോഗ്രഫി അനലിറ്റിക്കൽ ടെക്നിക്സിലെ തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി പ്ലേറ്റിലെ സ്റ്റേഷനറി ഫേസ് ആയിട്ട് വരുന്ന ഏതാണെന്നാണ് സിലിക്ക ജെല്ല്. ക്രൊമറ്റോഗ്രഫി നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്റ്റേഷനറി ഫേസിനെയും മൊബൈൽ ഫേസിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ പറയുന്ന ചോദ്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളെ ചുറ്റിക്കുന്ന ഓപ്ഷൻസോ ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്കയായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമുക്ക് കെമിസ്ട്രിയിൽ കാത്തിരുന്നത്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് വന്ന ചോദ്യമാണെങ്കിലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇതെല്ലാം നമ്മുടെ ക്ലാസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തെർമോഡൈനാമിക്സിലും അതുപോലെ തന്നെ ഇക്വിലിബ്രിയത്തിനും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല ലൈവ് സെഷൻസിലും അതുപോലെ തന്നെ പബ്ലിക് വീഡിയോസിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നത്. അപ്പോൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ടോസ് അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ 1-2 എണ്ണമൊക്കെ മാത്രമാണ് നമുക്ക് നിശ്ചര ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുള്ളത് തന്നെ. പക്ഷെ ബാക്കി എല്ലാം തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. എല്ലാം തന്നെ നമ്മുടെ പബ്ലിക് ലൈവ് സെഷനുകളിൽ അതുപോലെ തന്നെ ക്ലാസ് ഗ്രൂപ്പിന് നടത്തിയ ലൈവ് സെഷന് അതുപോലെ പബ്ലിക് വീഡിയോസിൽ നമ്മുടെ ക്ലാസ്സുകളിൽ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഒരു 90% വന്നത് എന്നുള്ളത് ടോസ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അപ്പൊ നമ്മൾ അടുത്തത് നമ്മൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നല്ലൊരു പ്രകടനം നമ്മുടെ കുട്ടികൾക്ക് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റും. കാരണം അത്രയ്ക്കും എളുപ്പമായിരുന്നു ഈ ഒരു ഏരിയാസ്. നമുക്ക് സ്ഥിരം നമ്മൾ പഠിച്ച സെഷൻസ് ആയിരുന്നു. അത്രയും വൈഡ് സിലബസിൽ നിന്ന് നമ്മളുടെ ആ ഒരു ഫോക്കസ്ഡ് ഏരിയ ഊന്നിക്കൊണ്ടുള്ള പഠനം ശരിക്കും ഒരു എഫക്റ്റീവ് ആയിട്ട് തന്നെ മാറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ടോസ് അക്കാഡമി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. HSIയിൽ അടുത്തതായിട്ട് വന്ന ബാക്കി ചോദ്യങ്ങൾ കൂടെ നമുക്ക് കാണാം. ഇത് നമ്മുടെ പഠന ഭാഗത്ത് തന്നെ നമ്മൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് തന്നിരിക്കുന്നതിൽ ജോമെട്രിക് ഐസോമറിസം കാണിക്കുന്നത് ഏതാണ്? അപ്പൊ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിലായിട്ട് കൃത്യമായിട്ട് നമുക്ക് ഐസോമറിസം, ടൈപ്പ് ഓഫ് ഐസോമറിസവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ സിലബസിൽ ഐസോമറിസം ഉണ്ടായിരുന്നു. അതുപോലെ ഓർഗാനിക് പാർട്ടിലുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ജോമെട്രിക് ഐസോമറിസം. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് അറിഞ്ഞില്ല പോലും ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ജോമെട്രിക് ഐസോമറിസം കാണിക്കുന്നത് ബ്യൂട്ട് 2 ആണ്. സിസും ട്രാൻസും കാണിക്കുന്നത് മീഥൈൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് ഡിഫറെന്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്യൂട്ട് 2 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു യൂണിറ്റിന്റെ ഇവിടെ C+C വന്നു, ഇവിടെ CH3. അപ്പോൾ ഇയാൾക്ക് സിസും ട്രാൻസും ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കും. സോ ആ ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താം. അങ്ങനെ തന്നെയാണ് അടുത്ത ചോദ്യവും. ഡയാസ്റ്റീരിയോമറുകളുടെ ജോഡിയെ കണ്ടെത്തുക. ഇതും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എക്സാമ്പിൾ, അതായത് നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ ഡയാസ്റ്റീരിയോമേഴ്സ്, എനാൻഷ്യോമേഴ്സ് എന്ന ക്വസ്റ്റ്യൻസ് ടോപ്പിക് സിലബസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഉദാഹരണം പഠിച്ചിട്ടുള്ളതാണ്. ഡി ഗ്ലൂക്കോസും ഡി മന്നോസുമാണ് ഡയോസ്റ്റീരിയോ ഐസോമറുകൾ. അടുത്തത് കോമൺ അയൺ എഫക്റ്റ്. ലാസ്റ്റ് നടന്ന ലൈവ് സെഷൻസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യമായിരുന്നു കോമൺ അയൺ എഫക്റ്റ്. എന്താണ് കോമൺ അയൺ എഫക്റ്റ്? നടക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള അയോണുള്ള 2 സോൾട്ട് ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ഡിസോസിയേഷൻ റേറ്റ്, അത് തന്നെയാണ് ഡിസോസിയേഷൻ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു. നൈട്രോ ഗ്രൂപ്പ് പ്രകടിപ്പിക്കുന്ന മീസോമറിക് എഫക്റ്റ്, അതും ഒരു ഡയറക്റ്റ് ചോദ്യമായിരുന്നു. -M എഫക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഒരിച്ചിരി നമുക്ക് ഒരിച്ചിരി ലെവൽ കൂടിയ ഒരു ചോദ്യം തന്നെയാണ് വന്നത്. സിമെട്രി എലമെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. അതായത് നമ്മളുടെ കൈറാൽ സെന്ററും സിമെട്രി ഒന്നുമില്ലാത്ത ഒരു
കോമ്പൗണ്ടില് എത്രയാണ് സ്റ്റീരിയോ ഐസോമറസുകളുടെ എണ്ണം എന്നുള്ളതാണ്. ഇപ്പോൾ സിമെട്രി ഒന്നുമില്ലാതെ n കൈറാൽ സെന്റർ ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർസ് കാരണം 2n ആണ്. ദാറ്റ് ഇസ് വേർ n ഇസ് ദ കൈറാൽ സെന്റർ. എത്ര കൈറാൽ സെന്റർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എത്ര കൈറാൽ സെന്റർ ഉണ്ട്? 2 ഉണ്ട്. സോ 2 × 4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജലമലിനീകരണത്തിന്റെ ഒരു ഭാഗമായിട്ടൊരു ചോദ്യമായിരുന്നു. നോൺ പോയിന്റ് സോഴ്സ്, അത് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടാവുന്ന ഇതാണ്. ഫാക്ടറികൾ, മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, കാർഷിക നീരൊഴുക്ക്, എണ്ണ ശുദ്ധീകരണ ശാലകൾ. എന്താണ് സോഴ്സ് അല്ലാത്തത്? നോൺ പോയിന്റ് സോഴ്സ്, അതെ, ജലമലിനീകരണത്തിന്റെ നോൺ പോയിന്റ് സോഴ്സ് ആണ്. ബാക്കിയെല്ലാം അല്ലാത്ത ഡയറക്റ്റ് ആണ്. അപ്പോൾ കാർഷിക നീരൊഴുക്ക് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഇത് ചിലപ്പോൾ നമുക്ക് ഇച്ചിരി കിട്ടാൻ ഒത്തിരി പക്ക MSc ലെവലിന്റെ അകത്തേക്ക് പോയാൽ അറിയാവുന്നതാണ്. ബാക്കിയുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി നമുക്ക് 2 ചോദ്യങ്ങള് തെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ 2 ചോദ്യം ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആൻസർ കീ ചലഞ്ച് ചെയ്യുന്നത് പ്രൊഫഷണൽ ആൻസർ കീ വന്ന് ആ ഡേറ്റ് ഉൾപ്പെടെയുള്ള 5 ദിവസത്തിനുള്ളിൽ വേണം നമുക്ക് ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട്. അതിന് നിങ്ങളുടെ സൈറ്റിൽ, നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിൽ കയറി ആൻസർ കീ കംപ്ലൈൻസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ എക്സാം ഏതാണെന്നും കൊടുത്ത് റെഫറൻസിന്റെ, അതായത് എന്തുകൊണ്ടാണ്, ഏത് ക്വസ്റ്റ്യൻ ആണ് റോങ്, റെഫറൻസ് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റെഫറൻസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ ഏത് യൂണിറ്റിൽ അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ്, റെഫറൻസ് കൊടുത്ത് തന്നെ ചെയ്യുക. റെഫറൻസ് ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് കംപ്ലൈൻറ്റ്സ് ചെല്ലുമ്പോഴാണ് അവരത് ഡിലീഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ മാറി നിൽക്കരുത്. കാരണം നിങ്ങളുടെ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ സെറ്റിനൊക്കെ പോലെ DD എടുത്ത് അങ്ങനെ ഒന്നുമില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നമുക്ക് സൈറ്റിൽ തന്നെ കയറി ആൻസർ കീ കംപ്ലൈൻറ്റ്സ് എന്ന ലിങ്കിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം പ്രൊഫൈലിൽ കയറി അവിടെ ലെഫ്റ്റിൽ കുറേ ലിങ്ക്സ് കിടപ്പുണ്ടല്ലോ, മൈ എക്സാംസ്, മൈ നോട്ടിഫിക്കേഷൻസ്, അഡ്മിഷൻ ടിക്കറ്റ്, അവിടെ ആൻസർ കീ കംപ്ലൈൻറ്റ്സ് എന്നും പറഞ്ഞ ലിങ്ക് ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും കൊടുക്കുക. എത്ര അധികം പേര് കൊടുക്കാവോ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവും. അല്ലാതെ 1-2 പേര് കൊടുത്താൽ PSC അത് ഡിലീഷനിലേക്ക് ഒന്നും പോകില്ല. സോ മാക്സിമം നമ്പറാണ് അവിടെ അവർ നോക്കുന്നത് തന്നെ. മാക്സിമം ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുമ്പോഴാണ് അവർ അതിനൊരു ഊന്നൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു കംപ്ലൈന്റ് ചെന്നെന്നും പറഞ്ഞൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട് നിങ്ങൾക്കത് ചെയ്യാനുള്ള ഇത്. അതായത് പുറത്തു പോയോ അല്ലെങ്കിൽ നമ്മൾക്ക് കേറ്ററ്റ് സെറ്റിനെ പോലത്തെ അത്ര ഒരു ടാസ്ക് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത്, മീൻസ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്, അത് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ ഇത് കണ്ടോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഗ്രിനാർഡ് റിയേജന്റിന്റെ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സെക്കൻഡറി ആൽക്കഹോൾ ലഭിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. സെക്കൻഡറി ആൽക്കഹോൾ ലഭിക്കണമെങ്കിൽ അസറ്റാൽഡിഹൈഡ് ചെയ്താലേ സെക്കൻഡറി ആൽക്കഹോൾ ലഭിക്കത്തുള്ളൂ, അല്ലെ? പക്ഷെ അവർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അസറ്റോൺ ആണ്. അപ്പോൾ അസറ്റോൺ ചെയ്താൽ OMGBr CH3 അപ്പോൾ ഇതൊരു എന്താണ്, ടെർഷ്യറി ആൽക്കഹോളിലേക്കേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളോട് ചോദ്യം സെക്കൻഡറി ആണ്, അതിന് ഏതാണ് CH3CHO. അത് ഏതൊരു ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ എന്താ പറയുന്നത് ഓർഗാനിക്കിന്റെ ടെക്സ്റ്റ് എടുത്താൽ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ OMGBr HCH, നോക്ക് ഇവിടെ നോക്കിക്കേ, OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണില് യെസ് CH3 ട്വൈസ്, 2 C ഗ്രൂപ്പ്, അതാണ് സെക്കൻഡറി ആൽക്കഹോൾ. അപ്പോൾ അലുവാലിയ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്, അലുവാലിയ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ ഉണ്ട്. അതുപോലെ ക്ലെയ്ഡൻ, അതിനകത്തെല്ലാം ഈ ഗ്രിനാർഡ് റിയേജന്റിന്റെ ഈ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് കൃത്യമായിട്ട് ചലഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നോൺ സ്റ്റിക്വേഷന്റെ ആപ്ലിക്കേഷൻ ആണ്. ഇത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ സെൽ ഒന്ന് നോക്കാം. സെൽ 1 ZnSO4 0.01 മോളാർ
കോപ്പർ സൾഫേറ്റ് കോപ്പർ. രണ്ടാമത്തെ സെല്ലാണെങ്കിൽ ZnSO4 1 മോളാർ കോപ്പർ സൾഫേറ്റ് 0.01 മോളാർ അല്ലേ. അപ്പൊ ഇവർ തമ്മിലുള്ള EMF E1ഉം E2ഉം തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ നമുക്ക് E1 ഒന്ന് കാണാം. E1 എന്ന് പറയുമ്പോൾ E0 സെൽ E എന്ന് പറയുമ്പോൾ E0 സെൽ മൈനസ് 0.0591 ബൈ N ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻസ് സൈഡാണ്. അപ്പം E1ന്റെ കേസ് ആവുമ്പോൾ E0 സെൽ മൈനസ് 0.0591 ബൈ 2 ലോഗ് ഏതൊക്കെയായിരുന്നു 0.01 ബൈ 1 0.01 ബൈ 1 ആണ്. അപ്പൊ നമുക്ക് E0 സെൽ മൈനസ് 0.591 ബൈ 2 ലോഗ് 1 ബൈ 10 ആണ്. സോ മൈനസ് ലോഗ് 10 ആണ്. അപ്പൊ നമുക്ക് എന്താണ് E0 0.01 അല്ലേ. സോ 1 ബൈ 100. സോ E0 സെൽ മൈനസ് 0.0591 ബൈ 2 ഇൻറ്റു ലോഗ് 10⁻⁻² എന്ന് വെച്ചാൽ -2 കിലോ 10, അതായത് -2 ഇൻറ്റു 1. സോ ഇവിടെ ഒരു -2 വരും. സോ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് E സെൽ ഈക്വൽ E0 സെൽ മൈനസ് പ്ലസ് 2 മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി 0.0591 വരും. ഇനി സെൽ 2 നമുക്ക് E സെൽ എന്ന് പറയുന്നത് E0 സെൽ minus 0.0591 by 2 log 1 by 0.019. For E0 cell minus 0.591 by 2 log 1 by 100. അപ്പോൾ ഇത് നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് E0 സെൽ മൈനസ് 0.0591 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആ സൈനിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കണം, ആദ്യത്തതിൽ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. സോ രണ്ടാമത്തതിൽ മൈനസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായി, യെസ്, ഇത് 1ഉം ഇത് 2ഉം. അപ്പോൾ E1 ഗ്രേറ്റർ ദാൻ E2 ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിരിക്കുന്നത് 83ാമത്തെ ചോദ്യത്തിന് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ആൻസർ തന്നിരിക്കുന്നത് സി ഓപ്ഷൻ ആണ്, ലെസ് ദാൻ ആണ്. പക്ഷെ അങ്ങനെയല്ല, ഈവൻ ഗ്രേറ്റർ ദാൻ E2 ആണ്. അപ്പൊ അതിന് നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി പുരിയൻ ശർമ്മ റെഫർ ചെയ്യുക. എന്നിട്ട് നേൺസ്റ്റ് ഇക്വേഷന്റെ ഒരു എന്താണ് ആപ്ലിക്കേഷനും ആ ഇക്വേഷൻ എന്താണെന്നുള്ളതും ഒരു ക്വസ്റ്റ്യനും കൂടെ ഇത്രാമത്തെ പേജിലുണ്ട് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ റെഫറൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഒന്നെങ്കിൽ ഡിലീഷൻ പോകും, അല്ലെങ്കിൽ അവർ കറക്റ്റ് ചെയ്ത്, മിക്കവാറും ഡിലീഷൻ ആയിരിക്കും പോകുന്നത്, കറക്റ്റ് ചെയ്ത് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആൻസർ കീ ചലഞ്ച് ചെയ്യാനായിട്ട് ഓർക്കുക. മാക്സിമം എത്തിയാൽ മാത്രമേ, മാക്സിമം പേര് അത് ചലഞ്ച് ചെയ്താലേ അവരത് ശ്രദ്ധിക്കത്തുള്ളൂ. മീൻസ് അവരത് എന്താണ് അവരുടെ പുതിയ ആൻസർ കീയിൽ അല്ലെങ്കിൽ അത് ഡിലീഷനിലേക്ക് എത്തിക്കത്തുള്ളൂ. അല്ല എങ്കിൽ അത് അവർ നെഗ്ലക്റ്റ് ചെയ്യാനാണ്, 1-2 പേര് ചെയ്താൽ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മനസ്സിലായില്ലേ. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിനകത്തൊന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്നോ രണ്ടോ ഒരു ചോദ്യമാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത്. ഒരു ചോദ്യമാണ് നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ആ 2n അതൊന്ന് അറിയണം എന്നുള്ള രീതിയിൽ വന്നത്. ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതായതിന്, അതുപോലെ തന്നെ എല്ലാം നമുക്ക് പഠിപ്പിച്ച ഏരിയാസിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പൊ 2 ചോദ്യം ഡിലീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ 40ൽ 38 ചോദ്യത്തിൽ ഏകദേശം 37 ചോദ്യം വരെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഈ 2 ക്വസ്റ്റ്യനും ഏരിയാസും ഡിസ്കസ് ചെയ്താണ്, പക്ഷെ അത് ഡിലീഷനിലേക്ക് പോകും. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു കെമിസ്ട്രി എന്ന് തന്നെ നമുക്ക് അനുമാനത്തിലേക്ക് എത്താം. താങ്ക് യു.